അതെ, സ്ഥലപരിമിതി കൊണ്ട് അങ്ങനെ വെച്ചേക്കണേ. ഇത് ബൈക്കുകളും സ്കൂട്ടറുകളും മാത്രമേ ഉള്ളൂ. 17 മോഡല് വണ്ടിയാണ് ഇത്. ഹോർനെറ്റ് എന്ന് പറഞ്ഞ പുതിയ ടൈപ്പ് വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നേക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പെയർ പാർട്സ് കിട്ടുന്ന ഒരു ഷോപ്പിലാണ്. പക്ക റണ്ണിങ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന്റെ എന്ത് പാർട്സ് വേണമെങ്കിലും കൊടുക്കാം. എഞ്ചിൻ, ഗിയർ ബോക്സ്, ബോഡി പാർട്സുകൾ എല്ലാം കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് സ്പെയർ പാർട്സ് വേണേലും ഇവിടെ കിട്ടും. ബൈക്കാണോ അതോ കാറാണോ? 2 ദിവസമായിട്ടുള്ള വന്നിട്ട് ഇതിന്റെ ഏത് പാർട്സും അയച്ച് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്കും ഇവർക്കും പിക്ചർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ഒരു പ്രൈസിലായിരിക്കും ഈ ഷോപ്പിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഷോപ്പ് പൂർണ്ണമായും കാണാം. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഷജീറൊക്കെയാണ്. ഷജീറൊക്കെ നമസ്കാരം. അത് നമ്മുടെ ഷോപ്പ് വരുന്നത് ലൊക്കേഷൻ എന്ന് പറയുന്നത് ലൊക്കേഷൻ മരട് ജംഗ്ഷനിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഇപ്പുറത്തോട്ട് വരും. കാരണം ഇത് പറയാനാണെങ്കിൽ അബാദ് ന്യൂക്ലിയസ് മാള് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 4-5 വർഷമായിട്ട് ഇവിടെ ഷോപ്പ് ഉള്ളതാണ്. നമ്മുടെ ഇവിടെ തന്നെ ഉള്ളതാണ്. എല്ലാ വണ്ടിയുടെ എല്ലാ പാർട്സും. നമുക്കിവിടെ എന്തൊക്കെ വണ്ടിയാണ് ഇപ്പം വലിയ ഉള്ളത്? അപ്പം കാറ്, ബൈക്ക് എല്ലാ പാർട്സും ഇപ്പൊ ഇവിടെ ഉണ്ട്. വിളിക്കാൻ പറ്റുന്ന വണ്ടികളുടെ ഗിയർ ബോക്സ് അങ്ങനെയുള്ള എല്ലാ എഞ്ചിൻ, ബോണറ്റ്, ഡോറുകൾ എല്ലാത്തിന്റെയും അവൈലബിൾ ആയിട്ടുണ്ട്. ബൈക്കും കാറും ആണ് നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതെ, എല്ലാ വണ്ടിയും, ലോറികള്, എല്ലാ വണ്ടിയും നമുക്ക് എന്തൊക്കെ പാർട്സ് അങ്ങനെയൊക്കെ വിലയൊക്കെ നമുക്ക് അറിഞ്ഞല്ലോ. വില നമുക്ക് ലൈറ്റുകളും എല്ലാം ആണെങ്കിൽ ടൈൽ ലാമ്പൊക്കെ 300 തൊട്ടും 200 തൊട്ടും ഒക്കെ ഉണ്ട്. 100 തൊട്ടും ഒക്കെ ഉണ്ട്. 100 രൂപയൊക്കെ ഉണ്ട്. അത് ഓരോരോ വണ്ടികളുടെ റേഞ്ച് അനുസരിച്ചും അതിന്റെ മോഡലുകൾ അനുസരിച്ചും ചെറിയ വേരിയേഷൻ ഒക്കെ വരുന്നുള്ളൂ. ഇല്ല. പിന്നെ ആൾക്കാര് വന്നനുസരിച്ച് ഇപ്പൊ ഒരു 100 അല്ലെങ്കിൽ 300, 500 പറഞ്ഞാലും ആൾക്കാരെന്തേലൊക്കെ കുറക്കാനും പിടിക്കാനൊക്കെ എന്തായാലും പറയും. അവനിക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ എല്ലാത്തിനും പറ്റിയ എക്സ്പേർട്ടുകൾ നമ്മൾ നിർത്തിയിട്ടുണ്ട് ഇവിടെ. കോമ്പിനേഷൻ സ്വിച്ചുകൾ അങ്ങനെയുള്ള കംപ്ലീറ്റ് ഐറ്റംസ് ഇതിലുണ്ട്. ആര് വന്നാലും ഒന്നും ഇല്ലെന്ന് പറയത്തില്ല. ഇല്ല. കറക്റ്റ് ആയിട്ട് അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പലയിടത്തും നമ്മളും ആദ്യം ഹിന്ദിക്കാരെ വെച്ചാണ് തുടങ്ങിയത്. പക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ട് പല ഐറ്റംസും അവര് അയക്കണത് തെറ്റായിട്ടുള്ളൊരു കാര്യം. അവർക്ക് ഇത് പൊളിക്കാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ. അവർക്ക് നമ്മ പറയണത് അങ്ങോട്ട് പൊളിച്ചു കൊടുക്കുന്നു, അതെടുത്ത് വെക്കാൻ പറയുമ്പോൾ അത്. പക്ഷെ അത് എങ്ങനെ അയക്കണം, ഒരു ഇഞ്ചക്ടർ എങ്ങനെ അയക്കണം, എന്തെങ്കിലുമൊക്കെ അത് അതിൻ്റെതായിട്ടുള്ള കെയറിൽ ഇപ്പൊ ഒരു ഇതായാലും പാർട്സ് ആയാലും എങ്ങനെ അയക്കണമെന്നുള്ള അവർക്കറിയില്ല. അപ്പൊ അതൊക്കെ വന്നത് നമുക്ക് പിന്നീട് മെക്കാനിക്കന്മാരെ അറിയാവുന്ന കാര്യം നല്ല മെക്കാനിക്കന്മാരും ആയിട്ടുള്ളവരെ നിർത്തിയപ്പോഴാണ് നമുക്ക് ഇഞ്ചക്ടർ ആയാലും അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ആയാലും കെയർ ആയിട്ട് അയക്കേണ്ടത് അതിനനുസരിച്ചിട്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് അങ്ങനെ അല്ലാതെ അയക്കുമ്പോഴത്തേക്കും കസ്റ്റമറിന് നമ്മൾ ഗ്യാരണ്ടിയോടുകൂടി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മെക്കാനിക്കിനെ നിർത്തിയതോടുകൂടിയാണ് നമുക്ക് ആ ഒരു ഇത്. അപ്പൊ മെക്കാനിക് ഉണ്ട്, നമ്മുടെ മെയിൻ മെക്കാനിക് ഉണ്ട് പാലക്കാട് എന്നുള്ള മെക്കാനിക്ക്. ഇത് അബി. അങ്ങോട്ട് ക്യാമറ ഇവിടെ നിൽക്കേ. അപ്പം ചേട്ടൻ നമ്മ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കാം. ഇനിയും പറഞ്ഞു. നമ്മള് വിലയും കാര്യങ്ങളും പറയണത് ആക്സിലാണത്. ഈ സാധനം കാറുകളുടെ ആക്സിൽ, ആപ്പയുടെ പാർട്സുകൾ, മിനിന്റെ പാർട്സുകളുണ്ട്, വാഗണറിന്റെ പാർട്സ്, പിന്നെ ബീറ്റിന്റെ പാർട്സ് ഉണ്ട്, കാറുകളുടെ ഡിസ്ട്രിബ്യൂട്ടറുകൾ, പിന്നെ ഈസിൻ ബോർഡ്, ശരി, മീറ്റർ ഐറ്റംസ്. ഇതിപ്പോ എല്ലാ വണ്ടിയുടെയും ഉണ്ടോ? എല്ലാത്തിനും മാർക്ക് ചെയ്ത് വെക്കും നമ്മള്. ഓരോ ഇൻഡിക, സാൻഡ്രോ സിംഗ്, വാഗണർ അതുപോലെ വയ്ക്കും. പിന്നെ അതുപോലെ ഓരോ സെക്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. ഷോക്കും കാര്യങ്ങളൊക്കെ അല്ലേ?